പോസ്റ്റ് ഓഫീസ് വഴി വെറും 1399 രൂപയ്ക്ക് 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേൾക്കുമ്പോൾ അതിശയം തോന്നാം, പക്ഷേ സംഗതി സത്യമാണ്. ടാറ്റ, AIG, HDFC എർഗോ തുടങ്ങിയ കമ്പനികളുമായി ചേർന്നാണ് പോസ്റ്റ് ഓഫീസ് ഈ ഗ്രൂപ്പ് ആക്സിഡന്റ് ഇൻഷുറൻസ് നൽകുന്നത്. ഇത് സാധാരണ മെഡിക്കൽ ഇൻഷുറൻസ് പോലെയല്ല. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ കുടുംബത്തിന് വലിയൊരു സാമ്പത്തിക സഹായം നൽകുന്ന ഒന്നാണ്. ഈ പദ്ധതിയിൽ പ്രധാനമായും 2 തരം പ്ലാനുകളാണുള്ളത്. ഒന്ന് 1399 രൂപയുടെ പ്ലാനും മറ്റൊന്ന് ഏകദേശം 1500 രൂപയ്ക്ക് മുകളിൽ വരുന്ന പ്രീമിയം പ്ലാനും. 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള ആർക്കും ഇതിൽ ചേരാം. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അപകടം മൂലം മരണം സംഭവിക്കുകയാണെങ്കിൽ 10 ലക്ഷം രൂപ കുടുംബത്തിന് ലഭിക്കും. ഇനി അപകടത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ അംഗവൈകല്യം സംഭവിച്ചാലും 10 ലക്ഷം രൂപ വരെ സഹായം കിട്ടും. നമ്മൾ ആശുപത്രിയിൽ കിടക്കുകയാണെങ്കിൽ ഇൻപേഷ്യന്റ് ചെലവുകൾക്കായി 60,000 രൂപ വരെയും OP ചികിത്സയ്ക്ക് 30,000 രൂപ വരെയും ഈ പദ്ധതിയുടെ തിരികെ ലഭിക്കും. അപകടം പറ്റി ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ ആഴ്ചയിൽ നിശ്ചിത തുക വീതം സഹായം നൽകുന്ന രീതിയും ഇതിലുണ്ട്. കൂടാതെ ഇൻഷുറൻസ് എടുത്ത വ്യക്തി മരിച്ചാൽ മക്കളുടെ വിദ്യാഭ്യാസത്തിനായി ഒരു നിശ്ചിത തുക നൽകാനും ഈ പദ്ധതിയിൽ വ്യവസ്ഥയുണ്ട്. ഇതിൽ ചേരാൻ വലിയ നൂലാമാലകളൊന്നുമില്ല. നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയി ഒരു സേവിങ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ IBP അക്കൗണ്ട് തുടങ്ങണം. ആ അക്കൗണ്ട് വഴി നിങ്ങൾക്ക് ഇൻഷുറൻസിൽ ചേരാം. അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡും ഫോൺ നമ്പറും കൈവശം കരുതണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് എല്ലാ രോഗങ്ങൾക്കും ചികിത്സ കിട്ടുന്ന ഹെൽത്ത് ഇൻഷുറൻസ് അല്ല. ഇത് അപകടങ്ങൾ മാത്രം കവർ ചെയ്യുന്ന ആക്സിഡന്റ് ഇൻഷുറൻസ് ആണ്. പാമ്പ് കടിയേറ്റാലോ വണ്ടി അപകടത്തിൽപ്പെട്ടാലോ മരത്തിന് വീണാലോ ഒക്കെ ഇതിന്റെ ആനുകൂല്യം ലഭിക്കും. എന്നാൽ സാധാരണ അസുഖങ്ങൾ വന്ന് ആശുപത്രിയിൽ കിടന്നാൽ ഈ പണം ലഭിക്കില്ല എന്നത് പ്രത്യേകം ഓർക്കണം. പലരും ചോദിക്കാറുണ്ട്, ഓരോ വർഷവും ഈ തുക അടയ്ക്കണോ എന്ന്. അതെ, ഇത് 1 വർഷത്തേക്കുള്ള പരിരക്ഷയാണ്. അടുത്ത വർഷം വീണ്ടും പുതുക്കേണ്ടി വരും. 2026 ചില സ്ഥലങ്ങളിൽ പ്രീമിയം തുകയിൽ ചെറിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അപേക്ഷിക്കുന്നതിന് മുൻപ് പോസ്റ്റ് മാസ്റ്ററോടോ അക്ഷയ കേന്ദ്രത്തിലോ കൃത്യമായ തുക ചോദിച്ച് മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിലെ വരുമാനമുള്ള വ്യക്തികൾ ഇത്തരമൊരു ഇൻഷുറൻസ് എടുക്കുന്നത് കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വളരെ നല്ലതാണ്. കുറഞ്ഞ തുകയിൽ ഇത്രയും വലിയൊരു പരിരക്ഷ വേറെ എവിടെയും കിട്ടില്ല. രേഖകൾ സമർപ്പിക്കുമ്പോഴും ഒപ്പിടുമ്പോഴും എല്ലാം കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. നോമിനിയുടെ പേര് ചേർക്കാൻ മറക്കരുത്.